ഹലോ ഫ്രണ്ട്സ്, ടെക് ആൻഡ് ട്രാവൽ വൈബ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അസൂസ് സെൻബുക്ക് ഫ്ലിപ്പ് എന്നുള്ളൊരു അടിപൊളി ലാപ്ടോപ്പിനെ കുറിച്ചാണ്. നമ്മളുടെ യൂട്യൂബിൽ അധികം വരാത്ത ഒരു എപ്പിസോഡാണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ അൺബോക്സിങ്. പക്ഷേ എനിക്ക് ഈ ഒരു ലാപ്ടോപ്പ് കണ്ടപ്പോൾ ഇഷ്ടമായി. അപ്പോൾ നല്ല ഒരു ലാപ്ടോപ്പാണ് ഈ ഒരു അസൂസിൻ്റെ ഈ ഒരു സെൻ ഫ്ലിപ്പ് ബുക്ക്. അസൂസിൻ്റെ OLED ആണ് ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ അതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പുറത്തെ കവറൊക്കെ മാറ്റിയിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ റെസ്പോൺസും അതുപോലെ തന്നെ ഐ കെയർ, TUV, റെയിൻ ഹാൻഡ്, അങ്ങനെ കുറേ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ ഭാരം കുറഞ്ഞ ഒരു ലാപ്ടോപ്പാണ്. 1.3 കിലോഗ്രാം മാത്രമാണ് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ബോക്സിൽ നമുക്ക് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഇൻ സെർച്ച് ഓഫ് ഇൻക്രെഡിബിളിന് ഒരു ലേബിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് ബാക്കിൽ നമുക്ക് എന്തുള്ളതെന്ന് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു കയ്യിൽ എന്താ പറയുക, മൊബൈലും അങ്ങനെ ആക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അത് കാരണമാണ് ഇങ്ങനെ വരുന്നത്. കണ്ടോ, നല്ല ഒരു പൗച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ പൗച്ചും നമുക്ക് ഓപ്പൺ ആക്കാം. ശരിക്കും ഇത് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ഒപ്പം ഒരു ലാപ്ടോപ്പ് ബാഗും അതുപോലെ തന്നെ ഒരു മൗസും ചാർജറും അവൈലബിൾ ആണ്. കണ്ടോ, നല്ലൊരു ലെതർ ടൈപ്പ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നല്ലൊരു മെറ്റീരിയലുള്ള നല്ല ഒരു ബ്ലാക്ക് പൗച്ച് തന്നെയാണ് ഈ ഒരു ലാപ്ടോപ്പിനൊപ്പം കിട്ടുന്നത്. കണ്ടോ, നല്ലൊരു സിൽക്കി ഫിനിഷുള്ള നല്ലൊരു ലാപ്ടോപ്പിൻ്റെ പൗച്ച് തന്നെയാണ് ഈ ഒരു ഇത്. ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി ലാപ്ടോപ്പ് തന്നെയാണ്. അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം. നമുക്ക് തുടക്കത്തിൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. പിന്നെ നോക്കിയപ്പോൾ ധാരാളം നമുക്ക് ഒരു യൂസർ ഗൈഡും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ HDMIയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു അറബിയിൽ എഴുതിയിട്ടുള്ള ഒരു ലീഫ്ലെറ്റും കാര്യങ്ങളൊക്കെയാണ്. അറബി അറിയാത്ത കാരണം ഇതിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ല. കണ്ടോ, പിന്നെ വരുന്നത് ഇതിൻ്റെ ഒപ്പം നമുക്ക് ഒരു പെന്നും നമുക്ക് അവൈലബിൾ ആണ്. അതും വഴിയെ ഞാൻ കാണിച്ചു തരാം. ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് കണ്ടോ, ഒരു ലാൻ കേബിളൊക്കെ കണക്ട് ചെയ്യാൻ USB to Ethernet കേബിൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. അതിലതിൻ്റെ UK, കാനഡ സ്പെസിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതുപോലെ അസൂസ് എന്നുള്ള എംബ്ലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത് വരുന്നത് ഒരു C2 3.5mm ജാക്ക്. നമുക്ക് എന്തെങ്കിലും ഹെഡ്സെറ്റോ സ്പീക്കറോ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലെന്താ കാണുന്നതെന്ന് വെച്ചാൽ പിന്നെ വരുന്നതാണ് പെന്ന്. കണ്ടോ, ഇതാണ് പെന്ന് കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു പെൻ തന്നെയാണ്. നല്ല റെസ്പോൺസും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പെൻ വരുന്നത്. നല്ല ഒരു ഗ്രേ കളറിലാണ് പെൻ വരുന്നത്. അതിലും ഒരു ലേബിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അസൂസ് എന്നുള്ളൊരു ഇതും. പിന്നെ അതിൻ്റെ ആ ഒരു ഓൺ ബട്ടണും കാര്യങ്ങളൊക്കെ നല്ല ഒരു മെറ്റലിൻ്റെ നല്ലൊരു പെൻ തന്നെയാണ് ഈ ഒരു അസൂസ് സെൻബുക്കിൻ്റെ ഒപ്പം വരുന്ന ഈ ഒരു ടച്ച് പെൻ വരുന്നത്. പിന്നെ അതിൻ്റെ പവർ കോഡ് ഒരു 65 വാട്ട്സിൻ്റെ ഒരു പവർ കോഡാണ്. C ടൈപ്പ് ചാർജിങ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തത് നമുക്ക് നോക്കുകയാണെങ്കിൽ C ടൈപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറ്റത്ത് നിങ്ങൾ C ടൈപ്പ് കാണുന്നില്ലേ, ഇത് ആ ഒരു അഡാപ്റ്ററിൽ കണക്ട് ചെയ്യാനുള്ളതാണ്. ഓൾട്ടുകൾ നോക്കുകയാണെങ്കിൽ നല്ല ബിൽഡ് ക്വാളിറ്റിയും, ശരിക്കും പറയുകയാണെങ്കിൽ US മിലിറ്ററി ഗ്രേഡ് ആണ് അതിൻ്റെ ഡ്യൂറബിലിറ്റി പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്ത് നമുക്ക് ഒരു സ്പൈറൽ ടൈപ്പിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും അതിൽ അസൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ബാക്കിൽ തൊട്ട് അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിൻ്റെ നടുക്ക് ഒരു എന്താ പറയുക, ഒരു ക്ലിങ് ഫിലിം അല്ല, ഒരു സ്പോഞ്ച് പോലെ കൊടുത്തിട്ടുണ്ട്, സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആവാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് i5 ആണ്. i5 ഈക്വലൻ്റ് ആണ് പറയുക. ഇൻറ്റൽ ഇവോ പ്രോസസ്സറാണ് വരുന്നത്. കീപാഡൊക്കെ ബാക്ക്ലിറ്റാണ്. പിന്നെ ഹർമൻ്റെ ഓഡിയോ സിസ്റ്റവും കാര്യങ്ങളൊക്കെ JBLൻ്റെ വരുന്നത്. HDMI, പിന്നെ TV, റെയിൻ ഹാൻഡ്, സർട്ടിഫൈഡ് ഐ കെയർ, അതുപോലെ AI നോയിസ് ക്യാൻസലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടച്ച് പാഡ് നമുക്ക് കാൽക്കുലേറ്ററായിട്ട് യൂസ് ചെയ്യാം.
സൈഡിൽ നോക്കുകയാണെങ്കിൽ ചാർജർ പോർട്ട്, അതുപോലെ തന്നെ കണ്ടോ HDMI പോർട്ട്, 2 C പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം, ഒരു പവർ ഓൺ ബട്ടണും ഒരു USB പോർട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് C2 USB വേണമെങ്കിൽ, നമുക്ക് രണ്ടാമത്തെ ഒരു USB കണക്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ പെൻ ഡ്രൈവ് കണക്ട് ചെയ്യണമെങ്കിൽ ഒരു C2 USB നമുക്ക് വാങ്ങിക്കണം. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുമ്പോൾ അസൂസ് ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള 500 GB SSD ആണ് വരുന്നത്. കണ്ടോ, ബാക്ക് ലൈറ്റ് വരുന്ന ഇതാണ്. പിന്നെ ഈ ഒരു കീപാഡ് തന്നെ നമുക്ക് കാൽക്കുലേറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു സിമ്പിൾ ടച്ച്, നല്ല സോഫ്റ്റ് ടച്ചാണ് വരുന്നത്. പിന്നെ ഐക്കൺസൊക്കെ നല്ല ഐക്കൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ഏകദേശം ഒരു 75,000 അവിടേക്കാണ് വരുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വരാം. ഒരു 75,000 ഇന്ത്യൻ റുപ്പീസ്, 60 to 75,000 ആണ് റേറ്റ് വരുന്നത്. ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസിൽ നോക്കിയിട്ട് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എബൌട്ടിൽ പോവാം. അപ്പോൾ നോക്കുമ്പോൾ 11th ജനറേഷൻ ഇൻറ്റൽ കോർ TM i5 പ്രോസസ്സർ, നേരത്തെ പറഞ്ഞ പോലെ 2.40 GHz ഒക്കെയാണ് ഇത് വരുന്നത്. പിന്നെ ബാക്കി അതിൻ്റെ പ്രൊഡക്റ്റ് ID കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വേറെ എന്താ വെച്ചാൽ നമുക്ക് പെന്ന് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. 64 ബിറ്റ് ആണ്. പണ്ടാണ് 32 ബിറ്റ് വരുന്നത്, ഇപ്പോഴൊക്കെ ശരിക്കും 64 ബിറ്റാണ് വരുന്നത് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ കണ്ടോ ആ പെന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇതൊക്കെ നല്ല റെസ്പോൺസീവാണ്. ഓൾട്ടുഗർ നോക്കുകയാണെങ്കിൽ നല്ല ഒരു പെർഫോമൻസ് തരുന്ന ഒരു ലാപ്ടോപ്പ് തന്നെയാണ്. യൂട്യൂബിൽ നമുക്ക് നമ്മുടെ ചാനലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് ടെക് ആൻഡ് ട്രാവൽ വൈബ്സ് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. അതുപോലെ അതിൻ്റെ വീഡിയോ ക്ലാരിറ്റിയും കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ സ്ക്രീനിൽ എടുക്കുമ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഡയറക്റ്റ് നോക്കുകയാണെങ്കിൽ അസാധ്യ ക്ലാരിറ്റിയാണ്. അതായത് OLED ഡിസ്പ്ലേ ആകുമ്പോൾ തന്നെ അറിയാലോ. അപ്പോൾ ടെക് ആൻഡ് ട്രാവൽ വൈബ്സ് പറഞ്ഞ മാതിരി ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടിപൊളി വീഡിയോസൊക്കെ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ ജസ്റ്റ് ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇത് പണ്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. കണ്ടോ, അപ്പോൾ എന്താ പറയുക, അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പെർഫോമൻസ് ലെവലും അതുപോലെ തന്നെ ചെറിയ 14 ഇഞ്ച് വരുന്ന ഒരു ചെറിയ ഒരു ലാപ്ടോപ്പ് തന്നെയാണ്. നല്ല ഡിസ്പ്ലേ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു 4K വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. 4K വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കണ്ടോ നല്ല ഒരു അടിപൊളിയായിട്ട് കളർ കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടച്ച് സ്ക്രീനാണ് വരുന്നത്, അത് പറയാൻ വിട്ടു. ടച്ച് സ്ക്രീനാണ്, നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ടച്ച് സ്ക്രീൻ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നല്ല ക്ലാരിറ്റി എന്ന് വെച്ചാൽ നല്ല ക്ലാരിറ്റി തന്നെയുണ്ട്. കോളേജ് സ്റ്റുഡൻസിനും അതുപോലെ സിവിൽ എഞ്ചിനീയേഴ്സിനൊക്കെ പറ്റിയ നല്ല ഒരു ലാപ്ടോപ്പ് തന്നെയാണ്. അത്യാവശ്യം എല്ലാ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നല്ല റെസ്പോൺസും കാര്യങ്ങളും കളർ ബ്രൈറ്റ്നസ്സും ഒക്കെ ഉണ്ട്. കൺസലേഷൻ അതുപോലെ നമ്മൾ ഫിലിംസൊക്കെ കാണുമ്പോൾ അതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി JBL ഹെർമാൻ്റെയാണ് അതിൻ്റെ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് സെറ്റ് ഫ്ലിപ്പാണ്. ബാക്ക് ഫ്ലിപ്പായിട്ട് നമുക്കൊരു ടാബ് പോലെ വേണമെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ചെറിയ ലൈറ്റ് വെയിറ്റ്, അധികം വെയിറ്റ് ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ 1.3 കിലോഗ്രാം മാത്രമാണ് വെയിറ്റ് വരുന്നത്. പിന്നെ അതിൻ്റെ ക്യാൻസലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. 11 ഹവേഴ്സാണ് അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് പറയുന്നത്. കണ്ടോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യണമെങ്കിൽ ടെക് ആൻഡ് ട്രാവൽ വൈബ്സിൻ്റെ തുടർന്നുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.